സാധാരണ ക്രൈസ്തവരൊക്കെയും മതപരമാകുന്നൊരു ആചാരത്തിൻ്റെ ഭാഗമാണ് അവർക്ക് ദൈവവുമായുള്ള ബന്ധമെന്ന് പറയുന്നത്. ഞായറാഴ്ച ചർച്ചിൽ പോകണം, അത്രമാത്രമേ ഉള്ളൂ. തിങ്കൾ മുതൽ ശനി വരെയുള്ള അവരുടെ ജീവിതം, ഞായറാഴ്ചയും ഉച്ച കഴിഞ്ഞുള്ള അവരുടെ ജീവിതം എന്ന് പറയുന്നത് അവരുടെ സ്വകാര്യ ജീവിതമാണ്. അതിലൊന്നും യേശുവിനെ അവരിടപെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം എഴുതിയത് അപ്പോസ്തലനാകുന്ന യോഹന്നാനാകുന്നുവല്ലോ. യോഹന്നാന് യേശുക്രിസ്തുവുമായിട്ട് ആഴമേറിയ ഒരു ബന്ധമായിരുന്നു. ശിഷ്യന്മാരുടെ ഇടയിൽ തന്നെ യോഹന്നാന് യേശുവുമായിട്ടുള്ള സ്നേഹം ഒരു പ്രത്യേകമാകുന്ന നിലയിലുള്ള സ്നേഹമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ, ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിൻ്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു. അത് ശ്രദ്ധേയമല്ലേ? വളരെ വളരെ ശ്രദ്ധേയമാണ്. യേശുക്രിസ്തുവിൻ്റെ മാർവിടത്ത് ചാരുവാൻ തക്കവണ്ണമുള്ള ബന്ധം യോഹന്നാൻ യേശുവുമായിട്ടുണ്ടായിരുന്നു. മാർവിടം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ വൈകാരിക അനുഭൂതികളുടെ ഒരു കേന്ദ്രമെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇമോഷൻസിൻ്റെ ഒരു തലം, നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട ആ മേഖല, അവിടെ മാർവിടമെന്ന് പറയുമ്പോൾ അതിൽ കൂടെ അർത്ഥമാക്കുന്നത് അടുത്ത ബന്ധത്തെയാണ്. വൈകാരികമായി തന്നെ ആഴമുള്ള ബന്ധം.